എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഇപ്പം എങ്ങനെയുണ്ട് ആക്ച്വലി? ഇപ്പം സത്യം പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ. തേർഡ് കീമോ കഴിഞ്ഞ് ഒരു 10-12 ദിവസത്തിന് ശേഷം ഞാനൊന്ന് എന്തായാലും ഉണർന്നു എന്ന് പറയാം, ഒന്ന് വീണ്ടും ജനിച്ചെന്ന് പറയാം. കാരണം കീമോ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചവർക്കും അറിയാം, ആ അനുഭവിച്ചവരുടെ വീട്ടുകാർക്കും അറിയാം, അതായത് ആ പേഷ്യൻറ്റിനെ നോക്കുന്നവർക്കും അറിയാം. കാരണം അത് വളരെ ഒരു എന്താ പറയുക, ഒരു ഓർക്കാൻ പോലും പറ്റുന്നില്ല, അതുപോലൊരു ഭീകരതയാണ്. കാരണം ആ ഒരു കീമോ മരുന്ന് നമ്മുടെ ശരീരത്തിൽ കയറുമ്പം ആ ഒരു ദിവസം തൊട്ട് ഒരു 10-12 ദിവസത്തോളം നമ്മൾ അടക്കിടപ്പായിരിക്കും. നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഒരു പച്ചവെള്ളം, നമുക്ക് ദാഹമുണ്ട്, പക്ഷേ ഒരു പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൊമിറ്റിംഗ് ആണ്. നമുക്ക് ഒന്ന് അനങ്ങണമെന്നുണ്ട്, പക്ഷെ പറ്റത്തില്ല, കിടപ്പ് തന്നെയാണ്. നമ്മളെ ആ നോക്കുന്നവരില്ലേ, അവരെ സത്യം പറഞ്ഞാൽ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഡോക്ടേഴ്സിനെയും അതുപോലത്തെ ഒരു അവസ്ഥ കഴിഞ്ഞ് ഞാനിപ്പോൾ എഴുന്നേറ്റിരിക്കുന്നു. ഇനി ഒരു 3 കീമോയും കൂടെ റിമൈനിങ് ഉണ്ട്. അതുപോലെ ഡോക്ടർ പറഞ്ഞ പോലെ സർജറിയാണ് അടുത്തത് പ്ലാൻ. കീമോ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇപ്പൊ 12 ദിവസം ചേച്ചിക്ക് അനങ്ങാൻ പറ്റില്ല, വൊമിറ്റിംഗ് ആയിരിക്കും എന്ന് ചേച്ചി പറഞ്ഞു. ഈ ഒരു സമയത്തും ഇപ്പൊ കീമോ കഴിഞ്ഞിരുന്ന ആ ഒരു സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ചേച്ചീനെ പറ്റി കുറ്റം പറയുന്നവരുടെ കൈയും കണക്കില്ലാത്ത ആ ഒരു രീതിയിൽ സൈബർ ബുള്ളിങ് ആയിരുന്നു. ഈ ഒരു സമയത്ത് ഈ വൊമിറ്റിങ്ങും കാര്യങ്ങളും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഇതും കൂടെ കാണുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞ, ചേച്ചി ആയതുകൊണ്ട് മാത്രം പിടിച്ചു തന്നാന്ന് ഞാൻ ആദ്യം വന്നപ്പോ പറഞ്ഞില്ലേ. അതെ, ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ രോഗത്തെക്കാൾ ഭയാനകമായിട്ടുള്ള ഭീകരതയായിരുന്നല്ലോ ഞാൻ നേരത്തെയും അനുഭവിച്ചത്. ഇപ്പോഴും അതിനെന്തെങ്കിലും കുറവുണ്ടോ? അപ്പം ഈ അന്ന് കുറ്റം പറഞ്ഞവർ തന്നെയാണ് ഇന്നും പറയുന്നത്. അന്ന് എന്നെ സ്നേഹിച്ചവർ ഇന്നും എന്നെ സ്നേഹിക്കുന്നു. അപ്പം പിന്നെ കുറ്റം പറയുന്നവരെ നമുക്ക് അംഗീകരിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഞാൻ ആലോചിച്ചു, ദൈവമേ, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടായിരിക്കും. നെവർ. അത് ഇതിലപ്പുറം കൂടുവാണ്. ഈ സാധനം കള്ളത്തരമാണെന്ന് പറയുന്ന ആൾക്കാരാണ് മുഴുവൻ. ഞാൻ ഒരാളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒറ്റ മനക്കരുത്ത് കൊണ്ടാണ് ഇപ്പം ഈ ഒരു ചിത്രയുടെ മുന്നിൽ ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. വേറെ ആരും ഇങ്ങനെ സംസാരിക്കാറില്ല. എനിക്ക് തോന്നുന്നത് സംസാരിക്കും അവർ ഈ ഒരു ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ആ ഒരു ക്യാൻസറിൻ്റെ ഭീകരത, അതായത് ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവർ ഉണർന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. പല ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ സംസാരിക്കുന്നത്. അതിന് നമുക്കൊരു മനക്കരുത്ത് വേണം. അത് നേരത്തെ എൻ്റെ ലൈഫിൽ ഇപ്പം എനിക്ക് 34 വയസ്സ് കഴിഞ്ഞു. അതായത് സെപ്റ്റംബർ 7 ആകുമ്പോൾ 35 വയസ്സിലോട്ട് കടക്കും. അപ്പം ഇതിനകത്ത് ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ വളരെ ഇപ്പം ഈ ചിത്ര പറഞ്ഞ പോലെ ക്യാൻസർ വന്നിട്ടും എന്നെ വെറുതെ വിടുന്നില്ല. അപ്പം അതിലപ്പുറം ഞാൻ അനുഭവിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ വിഷയമല്ല. ഈ പൊതുവേ തന്നെ ഇപ്പം രേണുസുധിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ രേണുസുധി ഇന്ന് ബാത്റൂമിൽ പോയോ എന്ന് വരെ അറിയാനായിട്ടാണ് ആൾക്കാർക്ക് വ്യഗ്രതയാണ് അവർക്ക്. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ ഒരു ക്യൂരിയോസിറ്റി ജനിക്കുന്നതെന്നുള്ളത് ചേച്ചി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഞാനത് നേരത്തെ ഇപ്പം എനിക്കൊന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ ക്യാൻസർ വിവരം ഞാൻ പുറത്ത് വിട്ടതിന് ശേഷം, ഒരുപാട് ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഒരു ചാനലിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഞാൻ അന്നും പറയുന്ന പോലെ എൻ്റെ കാര്യം, അപ്പം ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഈ റീച്ച് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അപ്പം എന്ത് കാണിച്ചാലും റീച്ച് ആകുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അതുകൊണ്ടാവാം അങ്ങനെ രേണുസുധി ബാത്റൂമിൽ പോയാൽ വരെ വാർത്ത കൊടുക്കുന്ന റീച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ചിന്തിച്ച്, വിധവയായിട്ടുള്ളൊരു സ്ത്രീ, അവൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാതെ അവൾ എന്തിനീ ഇങ്ങനെ കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് ആൽബത്തിൽ അഭിനയിക്കുന്നു? നേരത്തെ കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ, അവള് ഭർത്താവ് മരിച്ചല്ലേ, സുധിച്ചേട്ടൻ്റെ പേരിൽ ഇവള് പിന്നെ എന്തിനാണ് ഇറങ്ങി നടക്കുന്നത്, ഇവൾ എന്തിനാണ് ആൽബം ചെയ്തത്, ഇവൾ എന്തിനാണ് ഈ കോപ്രായം കാണിക്കുന്നത്? ഇത്ര നാളത്തെ കുറ്റം അതായിരുന്നു. ഇപ്പം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അടുത്ത കുറ്റം, ഇവൾക്ക് അടങ്ങിയിരിക്കാൻ മേലെ ഇവളെന്തിനാണ് റീൽ ചെയ്യുന്നത്? അപ്പം ഞാൻ മാത്രം സന്തോഷിച്ചാൽ പാടില്ലെന്നാണ്. ഈ രേണുസുധി എന്ന് പറയുന്ന വ്യക്തി, ക്യാൻസർ വന്നൊരു പേഷ്യൻറ്റ്, അവർക്ക് സന്തോഷിക്കാൻ പാടില്ല, ഒരു റീൽ ചെയ്യാൻ പാടില്ല, ഒന്ന് ചിരിക്കാൻ പാടില്ല, ഒന്ന് ലിപ്സ്റ്റിക് വേണ്ട, ഒന്ന് ഒരുങ്ങാൻ പാടില്ലേ? ബാക്കി ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, റീല് ചെയ്യുന്ന ഞാൻ അവരുടെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ വരുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, സന്തോഷിക്കണം, നിങ്ങൾ ഒരിക്കലും ഡൗൺ ആകരുത്, എത്രത്തോളം അവരെ സന്തോഷിപ്പിക്കാവോ അത്രത്തോളം നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞവർ രേണുസുധിയുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത കുറ്റമില്ല. ഇത്രയും നാൾ സുധിച്ചേട്ടൻ്റെ വിധവ, ഇപ്പൊ ക്യാൻസർ പേഷ്യൻറ്റിന് അടങ്ങിയിരിക്കാൻ മേലെ അവൾ മരുന്നിൻ്റെ മണമായിട്ട് വീട്ടിൽ ഇരുന്നാൽ പോരെ, അവൾ എന്തിനാണ് റീൽ ചെയ്യുന്നത്? ഇതാണ് ഇപ്പം പറയുന്നത്. അപ്പം ഈ പറഞ്ഞവർ തന്നെയാണ് ഇന്നും പറയുന്നത്. ഇതിനൊരു വ്യത്യാസമില്ല, ആളുകൾക്ക് വ്യത്യാസമൊന്നുമില്ല,
പിന്നെ കുറച്ച് വാക്കുകൾക്ക് പിന്നെ കുറച്ച് സംഭാഷണങ്ങൾക്ക് വ്യത്യസ്തത വന്നത്, അത്രേ ഉള്ളൂ. അത്രേ ഞാൻ കരുതുന്നുള്ളൂ. ഈ ഒരു കടുകട്ടിയായിട്ടുള്ള വാക്കുകളാണ് യൂസ് ചെയ്യാറില്ല. അതായത് പലപ്പോഴും അതിന്റെ ക്യാപ്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഞാൻ തന്നെ കണ്ടിട്ട് അയ്യോ ഇവരെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വരെ തോന്നിയിട്ടുണ്ട്. അതായത് ചേച്ചിയുടെ കണ്ടന്റ് കൊണ്ട് അരി മേടിക്കുന്ന ആൾക്കാർ ഇന്ന് കേരളത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ട്. അതെനിക്കറിയാം. കാരണം എന്നോട് വന്ന് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, പുതിയ ഇതേതായി ചാനൽ, അത് ഞാൻ പുതിയ ചാനലാണ്, ചേച്ചിയുടെ ഇത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്, ചേച്ചിയുടെ ഒരൊറ്റ ബൈറ്റ് കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്, ഇനി ഞങ്ങൾ പച്ച പിടിച്ചോളൂ, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ ചാനലിന്റെ പേര് പറയുന്നില്ല, നമ്മുടെ ഒരു മീഡിയയാണ്, ചാനലല്ല മീഡിയ, നമ്മുടെ ഈ ബൈറ്റ് എടുക്കുന്നത്. എന്നോട് പല പ്രാവശ്യം ഓരോ ഷൂട്ട് കഴിയുമ്പോഴും ആ ചേട്ടൻ എന്നോട് വന്ന് പറയും, രേണു ഞാൻ രേണുവിന് ഫുഡ് മേടിച്ചു തരാം. എന്താ ചേട്ടാ, രേണു കാരണമാണ് എൻ്റെ ചാനൽ എനിക്ക് ഇത്രയും ക്യാഷ് കിട്ടുന്നുണ്ട്. എപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹം കേട്ടോ പുള്ളിക്ക്. പുള്ളിയുടെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ, ഫുള്ളും മില്യൺ അടിച്ച വീഡിയോസാണ് പുള്ളിക്ക്. അപ്പം പുള്ളി ഈയിടെ എന്നെ വിളിച്ചിട്ട്, രേണു ഞാൻ ചേട്ടൻ്റെ ചാനൽ ഇപ്പം കാണുന്നില്ലോ. ഞാൻ നിർത്തി. രേണു ഇനി എന്ന് തിരിച്ചു വരുന്നോ അന്നേ ഞാനിത് തുടങ്ങുന്നുള്ളൂ, കാരണം എനിക്ക് വേറെ ന്യൂസ് ഒന്നും കിട്ടുന്നില്ല രേണു എന്ന് പറയാറുണ്ടായിരുന്നു ചേട്ടൻ. അപ്പം എനിക്ക് തോന്നുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പം കാണുന്ന പല നമ്മുടെ ഓൺലൈൻ മീഡിയാസും എൻ്റെ ഓരോ ബൈറ്റ്സ് എടുത്ത് അവർക്കൊക്കെ വ്യൂസ് ഒക്കെ കൂടിയിട്ടുണ്ട്. എനിക്കറിയാം, എന്നെ വെച്ചിട്ട് ഒരുപാട് റീച്ച് ഉണ്ടാക്കിയിട്ടുമുണ്ട്. ചേച്ചി ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത പോലെ അല്ല ബാക്കിയുള്ളവർ ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ പേരെടുത്ത് ആരെയും പറയുന്നില്ല. ഒരു സ്ത്രീ ഉണ്ട്, അവരെപ്പോഴും ചേച്ചിയുടെ കണ്ടന്റ് എടുത്തിട്ടാണ് അവര് അത് എനിക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ ഒരു വ്ലോഗ് ചെയ്യുന്ന ഒരാളും കൂടെ ഉണ്ട്. ഇവരുടെയൊക്കെ അതായത് ലിറ്ററലി ചേച്ചിയുടെ കണ്ടന്റ് വെച്ചിട്ട് റീച്ച് ആകുകയും ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് ആ ഒരു കണ്ടന്റ് റീച്ച് ആക്കിയിട്ട് എന്താണ് അവർക്ക് ഇതിനകത്തൂടെ കിട്ടുന്നതെന്ന് വെച്ചാൽ പൈസയാണ് കിട്ടുന്നത്. 68 ലക്ഷം രൂപയോളം ആ സ്ത്രീ ഉണ്ടാക്കിയെന്നാണ് ഞാൻ തെളിവ് സഹിതം പറഞ്ഞ ഒരു കാര്യം. ഞാൻ ഞെട്ടിപ്പോയി. എന്നെ വെച്ചിട്ട് 68 ലക്ഷം. പിന്നെ അവരെന്നെ വെറുതെ വിടുവോ? അവർ വെറുതെ വിടുവോ? എനിക്ക് തോന്നുന്നില്ല. അത് പറയുന്നതിനൊരു മര്യാദയുണ്ട്, അതില്ല അവർക്ക്. ആ സ്ത്രീ, എനിക്ക് സ്ത്രീ എന്ന് പോലും ഞാൻ അവരെ പറയാൻ അവർക്ക് യോഗ്യതയില്ല. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വിധവ, അവർ വിധവയാണെന്നാണ് പറയാറുള്ളത്. ഒരു വിധവയ്ക്ക് ഒരു വിധവേനെ മനസ്സിലാവും, അവരുടെ വിഷമവും വേദനയും. വിധവ പോട്ടെ, അത് വിട്ടു. ഒരു സ്ത്രീക്ക് വേണ്ട, ഒന്നും വേണ്ട, വിധവയും വേണ്ട, സ്ത്രീയും വേണ്ട. മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം അതവരിലില്ല. എനിക്ക് തോന്നുന്നില്ല അവർ മനുഷ്യരാണോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഈ ഇന്റർവ്യൂവിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് വന്നേക്കാം, അവൾക്ക് ഇപ്പോഴും അഹങ്കാരം കുറഞ്ഞിട്ടില്ല, അവൾ ക്യാൻസർ വന്നിട്ട് ഞാൻ പറയട്ടെ, അഹങ്കാരം കുറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഉള്ളിലെ ഈ ഒരു എന്താ പറയുക ധൈര്യമാണ് ഞാൻ ഈ ക്യാൻസർ വന്നിട്ട് പിടിച്ചു നിൽക്കാൻ കാരണം. എനിക്കൊരു മോനുണ്ട്, ഒരു 7 വയസ്സ് ഇപ്പം ആകുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. ഈ കരുത്തുണ്ടെങ്കിലേ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിന് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അല്ലെ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഒരു വീഡിയോ കണ്ടു, ഒരു കുട്ടി തലേന്ന് ബർത്ത്ഡേ ആഘോഷിപ്പിറ്റേന്ന് മരിച്ചത്. എന്നെ 2 ദിവസം ഉറങ്ങിയിട്ടില്ല ഞാൻ അത് കണ്ടിട്ട്. ക്യാൻസർ പേഷ്യൻ്റാണ്, 10-22 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക്. ബർത്ത്ഡേ ആഘോഷിപ്പിറ്റേന്ന് മരിച്ചു. അപ്പം എന്നെ ചിന്തിപ്പിച്ച് ട്രീറ്റ്മെൻറ്റ്, നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ കയ്യിലാണ്, നമുക്കറിയില്ല. നമുക്ക് ഇപ്പം ക്യാൻസർ വരണ്ട, ഇപ്പം വേണം ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഒരു വണ്ടി ഇടിച്ചാൽ ഞാൻ മരിക്കാവുന്നതേ ഉള്ളൂ. അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് നമുക്ക് മനോധൈര്യമാണ് ഏറ്റവും, നമ്മുടെ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കണേ മനോധൈര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഈ വ്ളോഗേഴ്സ് ഇവരുടെ റീച്ചിന് വേണ്ടിയിട്ടും ഇതിന് അവർ ചെയ്തോട്ടെ, എന്നെ വെച്ചിട്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവരുപയോഗിക്കുന്ന വാക്കുകൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള വാക്കുകളായിരുന്നു അവരുപയോഗിക്കുന്നത്.